ചില നിലപാടുകളൊക്കെ പറയാനുള്ളതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് കൊണ്ടു നടക്കുന്നത്? അത് കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, അത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ട്രസ്റ്റാണ് നടത്തുന്നതെങ്കിൽ പോലും അതൊരു രാജ്യത്തിൻ്റെ സർക്കാർ നേരിട്ട് നടത്തുന്ന പരിപാടിയായി മാറ്റി തീർക്കുകയാണ് BJP. പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, കേന്ദ്രമന്ത്രിസഭയിലെ പല അംഗങ്ങളും പങ്കെടുക്കുന്നു. അങ്ങനെ ഇതൊരു സർക്കാർ ഇവൻ്റാക്കി മാറ്റി അയോധ്യ പ്രശ്നം എങ്ങനെയാണോ മുൻകാലത്ത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ടൂളാക്കി BJPയും RSSും ഉപയോഗിച്ചത്, അതിൻ്റെ മറ്റൊരു മുഖമാക്കി ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റാൻ ശ്രമിക്കുകയാണ് BJPയും RSSും. അതിൻ്റെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ CPIയും CPIയും CPIMും RJDയും JDUവും ഒക്കെ ഞങ്ങളിതിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് പക്ഷേ അങ്ങനെ ഒരു നിലപാട് ഉറപ്പിച്ച് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ക്ഷണിച്ചതിന് നന്ദി, ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണൂ എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ പരിശോധിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ചില രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായൊരു സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ എന്തായാലും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CPM അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, CPI അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതെടുക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടെ അതിനെ വിശദീകരിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഞങ്ങൾ ഈ ക്ഷണിച്ചതിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു, പക്ഷേ പോകുകയില്ലോ എന്നുള്ള കാര്യം ഞങ്ങളിപ്പോൾ പറയുന്നില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. BJP ഇതൊരു ട്രാപ്പായി സെറ്റ് ചെയ്ത് കഴിഞ്ഞോ? അതിപ്പോഴല്ലല്ലോ സെറ്റ് ചെയ്തത്, ഇത് നേരത്തെ സെറ്റ് ചെയ്തതാണ്. ഇത് സെറ്റിംഗ് നിൽക്കുന്ന 1949-ലാണ്. ഇത് അവിടെ അയോധ്യയിലെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ ബിംബം കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഈ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഈ ട്രാപ്പ് മനസ്സിലായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ട്രാപ്പില് 1985 രാജീവ് ഗാന്ധി വീണു, 91 നരസിംഹറാവു വീണു. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് ഇസ് വെയിറ്റിംഗ് ടു ബി ഫോളൻ ഇൻ ടു ദ ട്രാപ്പ്. അത് നിങ്ങൾ വീഴാൻ തീരുമാനിച്ചാൽ നിങ്ങൾ വീഴും, അതിൻ്റെ അകത്ത് തർക്കമൊന്നുമില്ല. ഇതിന്റെ ഒരു പ്രശ്നം രാജീവ്, നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ ഇതൊരു ട്രാപ്പ് ആകുന്നില്ല. കാരണം ഇന്നലത്തെ CPMന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ കെയർഫുൾ ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അവർ അയോധ്യയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവരാകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: മതവിശ്വാസം എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും വളരെ സ്വകാര്യമായ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഒരു സ്റ്റേറ്റ് ഇവന്റ് ആക്കി ചെയ്യുന്നത് ശരിയല്ല. ഇന്ത്യൻ ഭരണഘടന ഉദ്ധരിച്ച സുപ്രീം കോടതിയും ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വകാര്യ ചടങ്ങ്, വിശ്വാസികളായ മനുഷ്യരുടെ ഒരു ചടങ്ങ് ഒരു സ്റ്റേറ്റിന്റെ, ഒരു രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ പരിപാടിയായി മാറുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കില്ല. ഇത് പറയാൻ CPMന് പറ്റും, കോൺഗ്രസിന് അത്ര എളുപ്പമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ ഒരു സെക്കുലർ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് പറയാൻ പറ്റും. കാരണം ഒരു മതത്തിന്റെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് മറ്റു പാർട്ടികൾ വരേണ്ട ആവശ്യമില്ല. അതിനോട് ഒരു ക്ഷേത്രോത്സവത്തോട് ഒരു മതവിശ്വാസി അല്ലാത്ത, ഒരു മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേക വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളില്ല എന്നുള്ള ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. അത് പറയുന്നതിന് കോൺഗ്രസിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകേണ്ടതില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതല്ല കാര്യം. കാരണം RSSും BJPയും മുമ്പോട്ട് വെക്കുന്ന ഹിന്ദുത്വയുടെ അതേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കോൺഗ്രസ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് ഓരോ പ്രാവശ്യം അവർ പറയുമ്പോഴും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന മനുഷ്യർക്കിടയിൽ കോൺഗ്രസിനുള്ള വാട്ട് എവർ ഈസ് ലെഫ്റ്റ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പശ്ചാത്തലമൊക്കെ മാറ്റിവെക്കും. നമ്മൾ കാണുന്നത്
ഇത് RSS BJP അവരുടെ 2024 ഏറ്റവും വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ തീമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. ഇതിലൂടെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിനൊരു ധാരണ വേണം. ആകെ 3 മാസം ഈ തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളൂ. കോൺഗ്രസിന് ഇപ്പോഴും ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് CPM പുറത്തിറക്കിയത് പോലത്തെ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. റൈറ്റ് ജേക്കബ്, നമ്മളിത് പറയുമ്പോൾ നമ്മൾ കേരളത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇതൊരു പക്ഷേ ശരിയായിരിക്കാം കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ കോൺഗ്രസ്സിന് മറ്റ് ചില കൺസേൺസ് ഉണ്ട്. കാരണം വടക്കേ ഇന്ത്യ, അവർക്ക് ഒരു കാലത്ത് കോൺഗ്രസ്സിന് ഏറ്റവും അധികം വേരോട്ടം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഒന്നാകെ കോൺഗ്രസിൻ്റെ മണ്ണ് ഒലിച്ചു പോകുന്ന, കോൺഗ്രസിൻ്റെ കാലടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വലിയ സന്ദേഹങ്ങളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വളരെ പ്രകടമായി തന്നെ, രാജസ്ഥാനിൽ അത്രത്തോളം പോയില്ല, മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വളരെ പ്രകടമായി തന്നെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അജണ്ട കോൺഗ്രസ് പയറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവരോട് പരാജയപ്പെട്ടു. പക്ഷേ എങ്കിൽ പോലും അവർക്ക് അവരുടെ വോട്ട് ഷെയർ കുറച്ചെങ്കിലും നിലനിർത്താൻ സാധിച്ചു എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് അവർക്കുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യം കോൺഗ്രസിനെ അലട്ടുന്നില്ലേ? അത് കണക്കിലെടുത്ത് വേണ്ടേ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും അതിനെ കാണാൻ? അയ്യോ, നിർബന്ധമായിട്ടും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് ജയിച്ചെങ്കിൽ മാത്രമേ അധികാരത്തിൽ വരുള്ളൂ. അധികാരത്തിൽ വരണം. അധികാരത്തിൽ വന്നിട്ട് വേണം അതിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ. അതുകൊണ്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള മട്ടിലല്ല, രാഷ്ട്രീയ പാർട്ടി അല്ല, അത് നമ്മളെപ്പോലെ മാറിയെന്ന് കരക്കിരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു പാർട്ടി അല്ല എന്ന് നല്ല ധാരണ എനിക്കുണ്ട്. എന്റെ തിരിച്ചുള്ള ചോദ്യം, ഈ ഹിന്ദുത്വ ടാർഗറ്റുമായി പോയിട്ട് കോൺഗ്രസ് എന്താണ് ബാക്കിയുള്ളത്? 85-ൽ അതിന്റെ പൂട്ട് പൊളിച്ച് BJP അകത്ത് കടത്തിയത് കൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടായത്? 91-ൽ പിന്നെ ബാബറി മോസ്ക് പൊളിക്കാൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയ BJP RSS പ്രവർത്തകരെ അതിനനുവദിച്ചത് കൊണ്ട് കോൺഗ്രസിന് എന്താണ് ബാക്കിയുണ്ടായത്? ഈ സ്റ്റേറ്റുകളിൽ, ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നടന്ന് ഹിന്ദുത്വം പ്രചരിപ്പിച്ചിട്ട് കോൺഗ്രസിന് എന്താണ് ബാക്കിയുണ്ടായത്? എന്നാൽ കോൺഗ്രസിന് നോർത്ത് ഇന്ത്യയിൽ ബാക്കിയുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. 2009-ൽ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 22 സീറ്റ് കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് എങ്ങനെ ജയിച്ചു? കോൺഗ്രസ് അത് ജയിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല. കോൺഗ്രസ് 1ാം UPA സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമകരമായ പദ്ധതികളിൽ കൂടി മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്നു കണ്ടപ്പോൾ ആ മനുഷ്യരാണ് കോൺഗ്രസിന് പോയി വോട്ട് ചെയ്തത്. 22 സീറ്റുകളാണ് കോൺഗ്രസ് 2009-ലെ തെരഞ്ഞെടുപ്പിൽ UP-യിൽ ജയിച്ചത്. ഇതിന്റെ നെറേറ്റീവ് ആര് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് കോൺഗ്രസിന് ഇത് വളരെ എളുപ്പം ഈ ചർച്ചയിൽ നിന്ന് മാറാം. CPMന്റെ കേരളത്തിൽ മാത്രമായ CPMന്റെ പ്രസ്താവനയ്ക്കൊരു സാധ്യതയില്ലായ്മയോ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കോൺഗ്രസിന്റെ പ്രസ്താവനയുടെ സാധ്യതകളും ഇല്ലായ്മയുമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും കോൺഗ്രസ് ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും, രാമക്ഷേത്രത്തിൽ വിശ്വാസികൾക്ക് പോകാം, വിശ്വാസികളല്ലാത്തവർക്ക് പോകാതിരിക്കാം, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, കാരണം പ്രധാനമന്ത്രി അടക്കം ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കൂടെ ഞങ്ങളില്ല. ഈ രാജ്യത്തെ എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസം കൊണ്ടുനടക്കാൻ അവകാശമുണ്ട് എന്ന് പറയുകയും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ കുഞ്ഞുങ്ങളുടെ പിറവി തുടങ്ങി, അവരുടെ ഭക്ഷണം തുടങ്ങി, വിദ്യാഭ്യാസം തുടങ്ങി, വസ്ത്രം തുടങ്ങി, അവർക്ക് കിട്ടേണ്ട ജോലി തുടങ്ങി, രാജ്യത്തെ കർഷകരുടെ അവസ്ഥ തുടങ്ങി, ഈ രാജ്യത്തെ മനുഷ്യരുടെ പണം കട്ടുമുടിക്കുന്നതിനെ കുറിച്ച് തുടങ്ങി, അതിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമേ ഉള്ളൂ. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ BJPക്ക് എങ്ങനെയാണ് ഒരു സ്പേസ് കിട്ടുന്നത്. സൗത്ത് ഇന്ത്യയിൽ കർണാടകത്തിൽ BJPക്ക് ഒരു സ്പേസ് കിട്ടി. എങ്ങനെയാ സ്പേസ് പോയത്? എങ്ങനെയാണ് കർണാടകത്തിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ജയിച്ചത്? എങ്ങനെയാണ് BJP തോറ്റത്? സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ BJP പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ, കോൺഗ്രസ് അതിന്റെ നെഹ്റുവിൻ പാരമ്പര്യത്തിൽ സെക്യുലറിസം പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കർണാടകത്തിൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഇൻസൈറ്റിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാത്ത വിധത്തിലുള്ള വർഗീയത, പ്രധാനമന്ത്രി തന്നെയാണ് അതിന് നേരിട്ട് നേതൃത്വം നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസ്താവനയും വർഗീയവൽക്കരിച്ച് അദ്ദേഹം ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. അവിടുത്തെ നേതാക്കന്മാര്
അവിടുത്തെ BJP സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ എങ്ങനെയൊക്കെ മനുഷ്യരിൽ വർഗീയത കുത്തിവെക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ എക്സ്പെരിമെന്റുകളും ചെയ്തു. അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ശത്രുക്കളാകെ ഒരു ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള മട്ടിലേക്കുള്ള നടപടികൾ എടുത്തു തുടങ്ങി. ഒരു രാജ്യത്തിൽ, ഒരു റിപ്പബ്ലിക്കിലെ തുല്യ പൗരന്മാരാണ് എന്നുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന മട്ടിലേക്ക് അവിടുത്തെ സർക്കാർ മാറി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴത്തേക്കും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. കോൺഗ്രസ് നേരെ തിരിച്ച് അവരുടെ 5 വാഗ്ദാനങ്ങൾ, അവരുടെ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന 5 പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പച്ചയായിട്ടുള്ള സാമ്പത്തിക പരിപാടി പറഞ്ഞു. ആ സംസ്ഥാനത്ത് കോൺഗ്രസ് ഗംഭീരമായിട്ട് വിജയിച്ചു. മനുഷ്യർക്ക് ഇത് CPM-ന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്നുള്ളത്, ഈ ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൽ മനുഷ്യരിൽ 90% മതവിശ്വാസികളായ ഒരു നാട്ടിൽ സത്യത്തിൽ അത് പലതരം മതങ്ങൾ, ഇപ്പൊ ഹിന്ദു മതം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് എന്തുമാത്രം ഉൾപ്പിരിവുകൾ ആ മതത്തിന്റെ അകത്തുണ്ട്. ഇതിന്റെ അകത്തൊന്നും ഒരു പക്ഷം പിടിക്കേണ്ട ഒരു കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അവരൊക്കെ വിശ്വാസികളായ മനുഷ്യരെ, അവരുടെ വിശ്വാസത്തിന്റെ കാര്യം, അവരുടെ മതം നോക്കുമ്പോഴും അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ഈ ഗെയിമിലേക്ക്, അതായത് മതവും വിശ്വാസവുമായിട്ടുള്ള ഗെയിമിലേക്ക് ഒരു സെക്യുലർ രാഷ്ട്രീയ പാർട്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. കാരണം അതിനകത്ത് വളരെ രൂക്ഷമായിട്ടൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. കാരണം കോൺഗ്രസിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ എന്തിനാണ് ഈ ഇതിലേക്ക് പോകേണ്ടത് എന്നുള്ള ചോദ്യമാണ് അവര് ചോദിക്കേണ്ടത്. അപ്പം അതിന്റെ ഉത്തരം സത്യത്തിൽ വളരെ ക്ലിയർ ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലും ഞങ്ങളില്ല. അതിന്റെ അർത്ഥം മതം മനുഷ്യർ ആചരിക്കരുതെന്നോ മതം ആഘോഷിക്കരുതെന്നുള്ളതല്ല. സ്റ്റേറ്റ്, രാഷ്ട്രം അതിൽ പങ്കാളികളാകേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റിന്റെ നടത്തിപ്പുകാർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. സ്റ്റേറ്റിന്റെ പോളിസികൾ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പോളിസികൾ. അതുകൊണ്ട് സ്റ്റേറ്റ് സെക്യുലർ ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സെക്യുലർ ആയിരിക്കുക എന്നുള്ളതാണ് ശരിയായ രാഷ്ട്രീയം. BJP RSSനെ സംബന്ധിച്ചിടത്തോളം വർഗീയതയാണ് അവരുടെ കോറ്. വർഗീയത വിറ്റിട്ടാണ് അവർ ഇത്രയും കാലം അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ കളിക്കുന്ന ഗെയിം അതിനൊരു വഴിക്ക് നടക്കട്ടെ. പക്ഷേ സെക്യുലർ പൊളിറ്റിക്സ്, ഈ രാജ്യം സെക്യുലർ ആയി നിൽക്കുക എന്നുള്ളതാണ് രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന വഴി, ഇവിടുത്തെ മനുഷ്യർക്ക് മെച്ചപ്പെട്ട് ജീവിതം കിട്ടാനുള്ള വഴി എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കോൺഗ്രസിന് സത്യത്തിൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലാത്തതാണ്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അതിൽ ബന്ധപ്പെട്ട വിശ്വാസികൾ പോകട്ടെ. അത് സുപ്രീം കോടതി അനുവദിച്ച് കൊടുത്ത ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതില് വിശ്വാസികൾ പോകട്ടെ. അതില് പിന്നെ പ്രധാനമന്ത്രി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പോകുന്നതിനോ, UP മുഖ്യമന്ത്രി യോഗി അദ്ദേഹം ഒരു പുരോഹിതനാണ്, അദ്ദേഹം പോകുന്നതിനോ ആരും എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പോവുകയും പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കൊട്ടിഘോഷിച്ച് അവിടെയൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ അതിലൊരു അഭംഗിയുണ്ട് എന്ന് പറയാനുള്ള ഒരു ഉറപ്പ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവേണ്ടതാണ്. അത് കേരളത്തിലല്ല, എവിടെ നിന്ന് നോക്കിയാലും ചില നിലപാടുകളൊക്കെ പറയാനുള്ളതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് കൊണ്ടു നടക്കുന്നത്? ഇത് ഇപ്പോൾ പറയാൻ പറ്റുന്നെങ്കിൽ പിന്നെ എപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ അവരുടെ സെക്യുലർ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്നത്? ഇല്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ BJPയുടെ B ടീമാണെന്ന് അവർ പ്ലെയിനായിട്ട് പറയട്ടെ. അത് പറയാനുള്ള ഒരു ഒക്കേഷനാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ രാമഭക്തന്മാർക്ക് ഞങ്ങൾക്കെതിരെ തിരിയുമെന്നുള്ള തോന്നലൊന്നും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവേണ്ടതില്ല. കാരണം ഇതേ രാമഭക്തന്മാരുടെ ഇടയിൽ കൂടിയാണ്, ഇതേ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ 5 വർഷം മുമ്പ് പിന്നെ കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളെല്ലാം ജയിച്ചത്. മധ്യപ്രദേശിൽ ജയിച്ചു, ഛത്തീസ്ഗഡിൽ ജയിച്ചു, രാജസ്ഥാനിൽ ജയിച്ചു. അതുകൊണ്ട് ഹിന്ദുത്വ കൊണ്ട് BJP ജയിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും ഹിന്ദുത്വ കൊണ്ടാണ് ജയിക്കുന്നത് എന്നുള്ള അസംബന്ധമായ ധാരണയിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ കോൺഗ്രസ് തീർന്നു പോവും എന്നുള്ള കാര്യത്തിൽ ആ കാര്യത്തിലൊരു തർക്കമേ വേണ്ട. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് രാജീവ്. സെക്യുലറിസം എന്നുള്ളത് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുത്വയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ശുദ്ധമായ മണ്ടത്തരമാണ്. അതിന് യാതൊരു ചരിത്രപരമായ തെളിവുകളും ഇല്ല. അതിലൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പോലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ കാര്യം. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നേരെ വിരുദ്ധമായൊരു കാര്യം ഞാനിപ്പോൾ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഉത്തരേന്ത്യൻ യാഥാർത്ഥ്യം കോൺഗ്രസ് ഉൾക്കൊണ്ടുകൊണ്ടൊരു ഒരു സ്റ്റാൻഡിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇത് നമ്മൾ പറയുമ്പോൾ ഈ പരീക്ഷണം ഗുജറാത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇതേ പരീക്ഷണം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്തു.
അതിനുശേഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇതേ പരീക്ഷണം BJPയുടെ ആയുധങ്ങൾ എങ്ങനെയാണോ തിരിച്ചുപയോഗിക്കാൻ കഴിയുക, എങ്ങനെയാണോ പ്രീണനത്തിന് ഹിന്ദുത്വ പ്രീണനം തന്നെയാണ് മധ്യപ്രദേശിലൊക്കെ കമൽനാഥ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു, എന്തൊക്കെയാണ് പറഞ്ഞത്, ആരൊക്കെയാണ് കണ്ടത്, ആരൊക്കെയാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ദയനീയമായി പരാജയപ്പെടുന്നു എന്നുള്ള അനുഭവം കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞ കർണാടകയിലെ വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറഞ്ഞുകൊണ്ട് ഇലക്ഷനിൽ വലിയ വിജയം നേടുന്ന കാഴ്ചയും കോൺഗ്രസിന് മുമ്പിലുണ്ട്. ഇതുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു വളരെ കൃത്യമായ സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? അതാണ് ആ ചോദ്യമാണ് നമ്മൾ കോൺഗ്രസ്സുകാരോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം നമ്മൾ കോൺഗ്രസിനോട് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അവകാശികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നമ്മൾ എല്ലാ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പാർസികളെയും സിഖുകളെയും ക്രിസ്ത്യാനികളെയും നമ്മുടെ നാട്ടിലുള്ള അവസാനത്തെ ആളെ വരെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന ഒരേ ഒരു ഘടകം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യ സമരം അവസാനിച്ച് നമ്മൾ രണ്ട് രാജ്യമായി, അതിൽ ഒരു രാജ്യം മതരാജ്യമായും ഒരു രാജ്യം സെക്കുലർ രാജ്യമായിട്ട് മാറി. സെക്കുലർ രാജ്യമായി മാറി ഇന്ത്യയിൽ 80% മനുഷ്യർ ഹിന്ദുക്കളായിരുന്നു, ഒരു മതത്തിന്റെ അനുയായികളായിരുന്നു. ഞാൻ അതിന്റെ ഒരു ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് എല്ലാവരും ഒരൊറ്റ തരത്തിലുള്ള ഒരു മതഘടനയുടെ കീഴിൽ വരുന്നു എന്നുള്ളതല്ല. മറ്റുള്ള മതങ്ങളിൽപ്പെട്ടവരെ മാറ്റി നിർത്തിയാൽ 80% വരുന്ന ആൾക്കാർ പ്രധാനമായും ഹിന്ദുമതവും അതിന്റെ ഉൾപ്പിരിവുകളുമായി ബന്ധപ്പെട്ട് മതവിശ്വാസം കൊണ്ടുനടക്കുന്ന മനുഷ്യരായിരുന്നു. അവരാണ് തീരുമാനിച്ചത് നമ്മുടെ രാജ്യം സെക്കുലർ ആയിരിക്കണം എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യരുടെ ചരിത്രത്തിൽ അവർക്ക് വിശ്വസിക്കാൻ വയ്യാത്തത്രയും യാതനയിലൂടെ കടന്നുപോയി ഒരു രാജ്യമുണ്ടായിട്ട് ആ രാജ്യത്തിന് ബാക്കി വന്ന മനുഷ്യർ തീരുമാനിച്ചതാണ് നമ്മളൊരു സെക്കുലർ സ്റ്റേറ്റ് ആയിരിക്കുന്നത്. ഇവിടെ ഹിന്ദുമതത്തിലെ അനുയായികളായ മനുഷ്യർ 5-ൽ 4 പേരും ഒരു മതത്തിന്റെ അനുയായികളായിരുന്നിട്ടും അവരാണ് തീരുമാനിച്ചത് നമ്മളൊരു സെക്കുലർ രാഷ്ട്രമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന്. ആ മനുഷ്യരെ വിശ്വസിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ വിശ്വസിക്കുക. അതായത് വർഗീയത പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് BJP ഉണ്ട്. മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അടിസ്ഥാനപരമായി അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP ഉണ്ട്. നിങ്ങൾക്ക് വേറെന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം ഇന്ത്യൻ വോട്ടർ എത്ര കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ അതിനെക്കുറിച്ച് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. അവർ വിചാരിക്കുന്നത് ഇന്ത്യൻ മനസ്സ് അതിന് ചൂട്ടുപിടിക്കുന്ന പലതരത്തിലുള്ള സാമൂഹ്യ ശക്തികളുണ്ട്. ഇന്ത്യൻ മനസ്സ് ഹിന്ദുത്വയ്ക്ക് അടിയറവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാ കോൺഗ്രസിന്റെ തീരുമാനമെടുക്കേണ്ട പല കീ പൊസിഷനിലും ഇരിക്കുന്നുണ്ട്. ഈ കമൽനാഥിനെ പോലെയുള്ള മനുഷ്യർ ഇരിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ കോൺഗ്രസിന് മനസ്സിലാവേണ്ടതാണ്, കോൺഗ്രസിന് ഒന്നും കിട്ടാനില്ലാത്ത ഒരു ഗെയിമിൽ, BJPക്ക് മാത്രം ലാഭമുള്ള ഒരു ഗെയിമിൽ കോൺഗ്രസ് എന്തിനാണ് കളിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അവർ സ്വയം ചോദിക്കേണ്ട നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ ചോദ്യം കോൺഗ്രസ് ചോദിക്കാത്തിടത്തോളം കാലം, ഇപ്പൊ രാജസ്ഥാനിൽ 1%, 2% താഴെ വോട്ടിന്റെ വ്യത്യാസമാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ളത്. ഈ ഭീകരമായിട്ടുള്ള മതവർഗീയത കോൺഗ്രസ് പറയാതിരുന്ന സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. അവിടെ പോലും വളരെ ചെറിയ മാർജിനാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതുകൊണ്ട് വർഗീയത കൊണ്ട് രക്ഷപ്പെടും എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ നമ്മളെ ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ നമ്മൾ അവരോട് ശരി പറയാം. പക്ഷെ അതങ്ങനെ അല്ല എന്ന് ഉറപ്പുള്ളപ്പോഴും അവനവന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പില്ലാത്ത രാഷ്ട്രീയക്കാർ വന്ന് കോൺഗ്രസിന്റെ മുകൾ തട്ടിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളിത് കാണുന്നത്. ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വവാദികളായ മനുഷ്യരെ ഒന്നുകിൽ അവർ പരിഹസിച്ചും പുച്ഛിച്ചും തള്ളും. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ നടന്നത്. അല്ലാണ്ട് സീതാറാം യെച്ചൂരി മറ്റേ പൂണൂല് വിട്ടുകൊണ്ട് അവിടെ വരുമെന്ന് വിചാരിച്ചിട്ടല്ല. നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതായിരിക്കും RSSന്റെയും BJPയുടെയും ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിയുമ്പോൾ എണീറ്റ് നിന്ന് ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളത് ഏത് വലിയ പാർട്ടിയാണെങ്കിലും ഏത് ചെറിയ പാർട്ടിയാണെങ്കിലും അതിന്റെ നിലപാടിന് ആൾക്കാർ കൈയടിക്കാനോ കൂവാനോ എന്നുള്ളത് പരിഗണിക്കാതെ പറയാൻ പറ്റുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ അടിസ്ഥാനപരമായ സ്വഭാവമാണ്. കോൺഗ്രസ് ആ സ്വഭാവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഖേദകരമായ കാര്യം. അത് കോൺഗ്രസിന്റെ ചോയ്സാണ്. കോൺഗ്രസിന് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. പക്ഷേ ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ, ഏറ്റവും മതനിരപേക്ഷരായ മനുഷ്യരുടെ
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ രാഷ്ട്രീയത്തിന്റെ റിഫ്ലക്ഷൻ കാണാൻ ഏറ്റവും സാധ്യതയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം കോൺഗ്രസ് ആയതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് ഇത്രയധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ കറുക എന്ന് പറയുന്ന ഒരു ചെറിയ ചെടിയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസ്. അത് എത്ര ചവിട്ടി തീർന്നാലും ഒറ്റ മഴയ്ക്ക് അതിന് എണീറ്റ് വരാൻ പറ്റും. ഇന്ത്യൻ മനുഷ്യന്റെ, ഇന്ത്യൻ പൗരന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൽ ദൈവവിശ്വാസികളും അല്ലാത്തവരുമായ മനുഷ്യരുണ്ട് അടിസ്ഥാനപരമായിട്ട്. പക്ഷേ അവർ മതനിരപേക്ഷ മനുഷ്യരാണ്. ആ മനുഷ്യരോട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ആ ഉത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് കാണിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇക്കാര്യത്തിൽ ഈ ഹിന്ദുത്വവാദികളുടെ വേഷം കെട്ടലിന് കോൺഗ്രസ് സ്തുതി പാടുന്നിടത്തോളം കാലം കോൺഗ്രസിന്റെ ഒരു തിരിച്ചറിവിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കാതിരിക്കും ഭംഗി, നമ്മളും അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കും ഭംഗി. അല്ല, ഇത് പറയുമ്പോഴേ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റ് പല കൺസേൺസും കൂടെ പരിഗണിക്കേണ്ടതല്ല. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നൊരു മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അതിനെ ലീഡ് ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആ മുന്നണി ഉണ്ട്. ആ മുന്നണിയിലെ പല പാർട്ടികളെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ ഭിന്നമായ നിലപാടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ച നിലപാടുകൾ നമുക്കറിയാം. രാമക്ഷേത്രത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഹനുമാൻ ചാലിസ ചൊല്ലി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെയുള്ള പാർട്ടികളുണ്ട് ആ മുന്നണിക്കകത്ത്. അപ്പോൾ അത്തരം പാർട്ടികളെല്ലാം ഉണ്ടായിരിക്കെ കോൺഗ്രസ്സിന് ഇവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് എത്തേണ്ടി വരില്ലേ? ഒരിക്കലുമല്ല. അത് നേരെ തിരിച്ചല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് നമ്മൾ നോക്കൂ, നമ്മൾ പാർലമെന്റിലെ അരിത്തമെറ്റിക് നോക്കൂ. ഇന്ത്യയിൽ എന്നെങ്കിലും BJP അധികാരത്തിൽ നിന്ന് പോകണമെങ്കിൽ 200 സീറ്റിൽ കോൺഗ്രസ് BJP തോൽപ്പിച്ചെങ്കിലേ പറ്റൂ. അതല്ലാതെ വേറൊരു പാർട്ടിക്കും BJP തോൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് CPM എന്ന നിലപാടെടുക്കുന്നു, ആം ആദ്മി പാർട്ടി എന്ന നിലപാടെടുക്കുന്നു, CPI എന്ന നിലപാടെടുക്കുന്നു, DMK എന്ന നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല കോൺഗ്രസിന്റെ നിലപാടിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും അത് ജമ്മു കാശ്മീർ തുടങ്ങി കന്യാകുമാരി വരെ, നിങ്ങൾ പോർബന്ദർ തുടങ്ങി നോർത്ത് ഈസ്റ്റിന്റെ അവസാനത്തെ ഗ്രാമത്തിൽ വരെ ഒരു കോൺഗ്രസ്സുകാരൻ കാണും. ഒരു കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച ഒരു കോൺഗ്രസ്സുകാരൻ ഈ എല്ലാ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ ഒരു കോൺഗ്രസ്സുകാരൻ കാണും. ആ കോൺഗ്രസ്സുകാരന്റെ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കേണ്ടത്. അതല്ലാതെ ഒരു ആം ആദ്മി പാർട്ടിയുടെ നിലപാടല്ല. അതിനെക്കുറിച്ച് കോൺഗ്രസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുള്ള നേതാക്കന്മാർ ആ പാർട്ടിയുടെ മുകളിൽ ഇല്ല എന്ന് നമ്മളിവിടെ ഇരുന്ന് പറയുന്നതിൽ ഒരു ഭംഗികേടുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ മനുഷ്യരുടെ ഇന്ത്യയില് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ബാക്കിയായിട്ടുള്ള പാർട്ടി കൊണ്ടു നടന്ന ആദർശങ്ങളിൽ, വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരോട് ചോദിച്ചിട്ട് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇന്ത്യൻ സാധാരണ മനുഷ്യന്റെ ചിന്ത, അവരുടെ രാഷ്ട്രീയം ഞങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയാനുള്ള ആർജവം, അതിനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസ് ചെയ്യുന്നില്ല എങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പത്രാധിപർ പറഞ്ഞ പോലെ ഈ കടപൂട്ടിപ്പോവല്ലേ എന്നുള്ളത്, അത് കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഞാനിപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡോക്ടർ അംബേദ്കറുടെ ഒരു പ്രസംഗം വായിക്കുകയായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ള, ഇത് ഡോക്ടർ അംബേദ്കർ മാത്രമല്ല, തോമസ് ജെഫേഴ്സണും ഏകദേശം ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തേക്കും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അത് ഒരു ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് ഒരു രാഷ്ട്രീയത്തിന് റിഫ്ലക്ഷനാണ് ആ ഭരണഘടനയിൽ ഉണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പിളരുകയും അതിലെ വലിയ വിഭാഗം മനുഷ്യർ, ഒരു രാജ്യത്തെ വലിയ വിഭാഗം മനുഷ്യർ നമ്മൾ സെക്യുലർ ആയിരിക്കും തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്തെ ഭരണഘടനയാണ് നമ്മുടെ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളതിൻ്റെ അകത്ത് നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ 75 വർഷം മുമ്പോട്ട് വരുമ്പം നമ്മുടെ രാജ്യത്തിന്റെ പോളിറ്റി എന്നുള്ളത് വർഗീയത കൊള്ളാം എന്ന് പറയുന്നതാണ് എങ്കിൽ നമ്മുടെ പൊളിറ്റി കമ്മ്യൂണലാവുകയും കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം സെക്യുലർ ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷപ്പെടുത്തിക്കൊള്ളും, കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ ആണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് സേവ് അസ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പോളിറ്റി തന്നെയാണ് ഇതിനകത്ത് തീരുമാനിക്കുക. അതിൽ പോളിറ്റിയുടെ സ്വഭാവം തീരുമാനിക്കുന്ന കാര്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്കാണ് ഏറ്റവും വലിയ പങ്ക്. ഇന്ത്യയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നമ്മുടെ പോളിറ്റിയെ
ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും BJP-യേക്കാൾ കൂടുതൽ സാധ്യതയുള്ള പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും ഒരു പ്രവർത്തകനെങ്കിലും ഒരു കൊടിയും പിടിച്ചിറങ്ങാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസിന്റെ കോൺഗ്രസ്സുകാരന്റെ തോട്ട് പ്രോസസ്സിനെ പൊളിറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസിന് ഉള്ളത്. കോൺഗ്രസ് ഏതെങ്കിലും കാലത്ത് ഈ ഫോർ എവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷപ്പെടുത്തിക്കൊള്ളും, അങ്ങനെ ഇന്ത്യക്കാരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലർ ആയതുകൊണ്ട് ഇന്ത്യക്കാരൊക്കെ വീണ്ടും സെക്യുലർ ആവുകയും അന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നോളാം എന്നുള്ള കോൺഗ്രസ് തീരുമാനിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസിന്റെയും ഭരണഘടനയുടെയും ഏകദേശം അവസാനമായിരിക്കും. അതുകൊണ്ട് ആ ഭരണഘടന തിരിച്ചു പിടിക്കുക, നമ്മുടെ പൊളിറ്റിയുടെ സെക്യുലർ സ്വഭാവം തിരിച്ചു പിടിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല, അത് CPM-ന്റെ ഉത്തരവാദിത്തമല്ല, അത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് ആണത് മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത് ഈ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1949 ഡിസംബർ 23-നും 24-നും ഇടയിലുള്ള രാത്രിയിൽ സൃഷ്ടിക്കപ്പെട്ട ട്രാപ്പാണ്. അതിന് പലതരത്തിലുള്ള ട്രാപ്പുകൾ പിൽക്കാലത്ത് BJP-യും സംഘപരിവാരവും രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺഗ്രസ് ഭരണത്തിലിരിക്കെ നടന്ന് കയറിയിട്ടുമുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാനപ്പെട്ട അജണ്ടയാകും എന്ന് ഉറപ്പായിരിക്കെ, നേരത്തെ തന്നെ ഉറപ്പായതാണ് ഇതായിരിക്കും പ്രധാനപ്പെട്ട അജണ്ട, BJP-യുടെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് ഇതായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു ആശയപരമായ വ്യക്തത, എന്ത് സ്റ്റാൻഡാണ് നമ്മളിതിൽ എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള നേരത്തെ തന്നെയുള്ളൊരു വ്യക്തത വരുത്തൽ, ഇതിലേക്കൊന്നും പോകാതിരിക്കുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിങ്ങനെ ക്ഷണം വരുന്നു, അപ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു, ഞങ്ങൾ പോകണോ വേണ്ടെന്നുള്ള പിന്നെ തീരുമാനിക്കാം. ഈ ഒരു എന്താ വളരെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായിട്ട് ഇതൊക്കെ മാറി ഇരിക്കുന്നു കോൺഗ്രസിനെ പോലുള്ളൊരു പ്രസ്ഥാനത്തിന്. ആ ഒരു പൊളിറ്റിക്കൽ ഡയലൂഷനാണോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം? ഇത് ഞാൻ പറയും, ഇത് പെട്ടെന്നുണ്ടായിരുന്ന ഒരു ആശയ അവ്യക്തതയല്ല, ഇത് വളരെ എളുപ്പം തീരുമാനിക്കാവുന്നതാണ്. 2024 തെരഞ്ഞെടുപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. BJP-യെ സംബന്ധിച്ചിടത്തോളം രാമജന്മഭൂമി, രാമക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ്. എന്താണ് അവർ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത്? പഴയ പോലെ തർക്കമല്ല, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതെങ്ങനെയാണ് ഇനി തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നത് എന്നല്ലേ മനുഷ്യർ ചോദിക്കേണ്ടത്. ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകട്ടെ, ആളുകൾ സന്തോഷം ആകട്ടെ. അവർ രാമഭക്തന്മാരായ മനുഷ്യർ കോടിക്കണക്കിനുള്ള ഒരു നാടാണ്. അവരെല്ലാവരും ക്ഷേത്രത്തിൽ പോയി ശ്രീരാമ ഭഗവാനെ തൊഴട്ടെ. കോൺഗ്രസ് അതിനെതിരെ നിൽക്കുന്നില്ലല്ലോ. അതിനെതിരെ നിൽക്കാത്തിടത്തോളം കാലം കോൺഗ്രസിന്റെ അജണ്ടയിൽ അത് ഉണ്ടാവേണ്ടതില്ല. അതാണ് ഞാൻ പറയുന്നത്. അതായത് ക്ഷേത്ര ഉദ്ഘാടനം നടക്കട്ടെ. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രശ്നം ഈ രാജ്യത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് എന്ന് പറയാൻ പറ്റണം. കോൺഗ്രസിന്റെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നിട്ടുണ്ട്. അദ്ദേഹം ആ യാത്രയിൽ നമ്മുടെ രാജ്യത്തെ ആയിരക്കണക്കിന് മനുഷ്യരുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്, അവരോട് തിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം ചെറുകിട വ്യവസായികളെ കണ്ടു, പണിയില്ലാത്തവരെ കണ്ടു, ദിവസക്കൂലിക്കാരെ കണ്ടു, ആർട്ടിസാൻസ് കരകൗശല പണിക്കാരെ കണ്ടു, താൽക്കാലിക ജോലിക്കാരെ കണ്ടു, ഫുൾ ടൈം ജോലിക്കാരെ കണ്ടു, തോട്ടം മുതലാളിമാരെ കണ്ടു, തോട്ടം തൊഴിലാളികളെ കണ്ടു, ഇന്ത്യയിലെ ക്രോസ് എല്ലാ മനുഷ്യരെയും കണ്ടു. ആ മനുഷ്യരുടെ ആ യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അജണ്ട ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ രാമക്ഷേത്രം അജണ്ടയാകും. BJP-യെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം അജണ്ടയാകാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ 2024 തെരഞ്ഞെടുപ്പിൽ മനുഷ്യരോട് തീരുമാനിക്കാൻ വേണ്ടി പറയുന്നത് അവിടെ ക്ഷേത്രമുണ്ട്, ഓക്കെ, ആ ക്ഷേത്രത്തെ വീണ്ടും വലുതാക്കണം എന്നുള്ളൊരു അജണ്ട അല്ലല്ലോ ഉള്ളത്. നമുക്കെങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും? ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അത് പരിഹരിക്കാൻ എന്താണ് ഞങ്ങളുടെ വഴി, ഈ രാജ്യത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള അജണ്ട ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ ഒരുവിധം ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിന്റെ അടിമുടി മനസ്സിലാകുന്ന മനുഷ്യർ പലരും പറഞ്ഞത് BJP സംബന്ധിച്ചുള്ള അവർ 2 പ്രധാന അജണ്ടകൾ കഴിഞ്ഞു. കാരണം രാമക്ഷേത്രവും ആർട്ടിക്കിൾ 370 ആയിരുന്നു ഏറ്റവും വലിയ 2 അജണ്ട. ആ 2 അജണ്ടകൾ അവർ നടപ്പാക്കി. ആ നടപ്പാക്കാൻ വേണ്ടി വോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നടപ്പാക്കി കഴിഞ്ഞു, അതിന്റെ പേരിൽ തന്നെ വോട്ട് ചോദിക്കാൻ പറ്റുമോ? അതെന്തിനാണ് അത്തരം ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും അതിലേക്ക് മനുഷ്യരെ അതേക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പണി എടുക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ
10 വർഷത്തേക്ക് ഓക്കെ നിങ്ങൾ ക്ഷേത്രം പണിതു, വളരെ നല്ലത്. നിങ്ങൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തു, വളരെ നല്ലത്. നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഈ 2 കാര്യങ്ങളും ചെയ്തത്. നമുക്കെല്ലാം അഭിപ്രായ വ്യത്യാസമില്ല. ഐ മീൻ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു. നമുക്ക് ഇനി അങ്ങോട്ട് ഈ രാജ്യം മുമ്പോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി വാട്ട് ഇസ് ദെയർ ഓൺ ദ ടേബിൾ എന്നാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കാൻ, അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് പറ്റണം. അവിടെയാണ് കോൺഗ്രസിനെ പോലെ ഇടതുപക്ഷത്തെ പറ്റി ഇടതുപക്ഷത്തിലും മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർക്ക് കർണാടകത്തിൽ കാണിച്ചതുപോലെ, കേരളത്തിൽ കാണിച്ചതുപോലെ, തമിഴ്നാട്ടിൽ കാണിച്ചതുപോലെ, തെലങ്കാനയിൽ കാണിച്ചതുപോലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് വഴി എന്നുള്ള കാര്യത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നതിലാണ് കോൺഗ്രസ് മിടുക്ക് കാണിക്കേണ്ടത്. അതല്ലാതെ BJP വെച്ചിരിക്കുന്ന ട്രാപ്പിന് ചുറ്റും ഓടിക്കളിക്കുകയും പിന്നെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് പോയി ചെന്ന് കയറുകയും ചെയ്യുന്നതിലല്ല. നിങ്ങളുടെ ട്രാപ്പുമായി നിങ്ങൾ അവിടെ നിൽക്കൂ, ഞങ്ങൾക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, മനുഷ്യരുടെ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ അതിന് ചരിത്രത്തിലില്ലാത്ത വിധം ഏറ്റവും കൂടുതലായത്? എങ്ങനെയാണ് പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും താഴേക്ക് പോകുന്നത്? എങ്ങനെയാണ് ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഫെഡറലിസം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഒരു ധാരണ പതുക്കെ ഇല്ലാതാകുന്നത്? നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്ന് BJP നേതാക്കന്മാരോട് ഇവർക്ക് ചോദിക്കാനും പറ്റണം, കോൺഗ്രസിന് ചോദിക്കാനും പറ്റണം. ഞാൻ 2024 എന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള റിയാലിറ്റിയുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എയറിൽ നിന്നല്ല സംസാരിക്കുന്നത്. മനുഷ്യരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് BJP അതിന്റെ നെറേറ്റീവ് കൊണ്ടുവന്നു കഴിയുമ്പം അതിന് ചുറ്റും കൂടി ഡാൻസ് കളിക്കണോ? അതെയോ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് പറയാൻ പറ്റുന്നുണ്ടോ? ഈ ചോദ്യമാണ് കോൺഗ്രസ്സുകാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, കോൺഗ്രസ്സുകാരും പരസ്പരം ചോദിക്കാനുള്ള ചോദ്യം അതാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. റൈറ്റ്, വളരെ നന്ദി ശ്രീ KJ ജേക്കബ് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.